Good morning to all. Today we are discussed about 6th chapter sampling plan. A sampling plan is a term widely used in research studies that provide an outline on the basis of which research is conducted. It tells which category is to be surveyed, what should be the sample size, and how the respondents should be chosen out of the population. റിസർച്ച് സ്റ്റഡീസ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സാമ്പിളിംഗ് പ്ലാന്. സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ട്ലൈൻ ആണ്. അത് റിസർച്ചിന് ഒരു ബേസ് കൊടുക്കുക, അതായത് റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ബേസ്. ഇതിൽ ഏത് കാറ്റഗറിയാണ് നമ്മൾ സർവേ ചെയ്യുക എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ സാമ്പിൾ സൈസ് എത്ര എടുക്കണം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. പിന്നെ ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പിൾസിനെ സെലക്ട് ചെയ്യും എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് സാമ്പിളിംഗ് പ്ലാന്. സാമ്പിളിംഗ് പ്ലാൻ ഇൻക്ലൂഡ്സ് ദി ഫോളോവിങ്. ഫസ്റ്റ് വൺ, സാമ്പിളിംഗ് യൂണിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, റിസർച്ചർ വാണ്ട്സ് ടു ഡിറ്റർമൈൻ ദി കാറ്റഗറി ഓഫ് ദി പോപ്പുലേഷൻ ടു സർവ്ഡ്. അതായത് സർവേ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പോപ്പുലേഷൻ്റെ കാറ്റഗറി എന്താണെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കണം. അത് സാമ്പിളിംഗ് പ്ലാനിൽ വരുന്നതാണ്. അതിന് പറയുന്നതാണ് സാമ്പിളിംഗ് യൂണിറ്റ്. സെക്കൻഡ് വൺ, സാമ്പിൾ ഫ്രെയിം. എ സാമ്പിൾ ഫ്രെയിം ഈസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ദി സാമ്പിൾ ഈസ് സെലക്റ്റഡ് മെനി ടൈംസ് ഇൻ റിസർച്ച്. ദിസ് കംപ്ലീറ്റ് ലിസ്റ്റ് ഓർ ഡാറ്റ ഈസ് നോട്ട് അവൈലബിൾ, വിച്ച് ഈസ് എ ഫോം ഓഫ് സാമ്പിൾ ഫ്രെയിം എറർ. സാമ്പിൾ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു പോപ്പുലേഷനിലുള്ള ആളുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റിനെയാണ് സാമ്പിൾ ഫ്രെയിം എന്ന് പറയുന്നത്. തേർഡ് വൺ, ഡിറ്റർമൈനിങ് ദി സൈസ് ഓഫ് സാമ്പിൾ. ഹൗ മെനി ഒബ്ജക്ട്സ് ഓൺ ദി സാമ്പിൾ ഈസ് ടു ബി സർവേഡ്. അതിൽ പറയുന്നത് എത്ര സാമ്പിൾസ് സെലക്ട് ചെയ്യണം, എത്ര സൈസ് ഡിറ്റർമൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ഫോർത്ത് വൺ, സെലക്ടിങ് ദി സാമ്പിളിംഗ് പ്രൊസീജിയർ. എങ്ങനെയാണ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക, അതിൽ കുറച്ച് മെത്തേഡ്സ് വരുന്നുണ്ട്. അതായത് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, അതുപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇവയെല്ലാം ഏത് രീതിയിലാണ് വരുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് ഈ സ്റ്റേജിൽ പറയുന്നത്. ഫിഫ്ത്ത് വണ്, യൂസ് ക്വാളിറ്റി സാമ്പിൾ സോഴ്സസ്. ദിസ് ക്യാൻ ടേക്കൺ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. വൺ ഈസ് എ സാനിറ്റി ചെക്ക്, അനദർ ഈ സാമ്പിൾ വാലിഡേഷൻ. അതായത് നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിൾ ക്വാളിറ്റി സോഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ പോപ്പുലേഷന് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാമ്പിൾസിനെയാണ് ചെക്ക് ചെയ്തത്. അതിനുവേണ്ടി സാനിറ്റി ചെക്ക് അല്ലെങ്കിൽ സാമ്പിൾ വാലിഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സാമ്പിൾ ഡിസൈന്. ഇറ്റ് ഈസ് എ definite plan for obtaining a sample from a given population. It refers to the technique or the procedure the researcher would adopt in selecting items for sample. It is an important part of research design or planning. സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷനിൽ നിന്നും നമുക്ക് പ്രോപ്പറായിട്ടുള്ള സാമ്പിൾസിനെ എങ്ങനെ സെലക്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാനിനെയാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈൻ ഓർ സാമ്പിൾ ടെക്നിക്കാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഔട്ട്കം ഓഫ് എ ഗുഡ് സാമ്പിൾ ഡിസൈൻ മസ്റ്റ് ബി എ ട്രൂലി റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. അതായത് ഒരു നല്ല സാമ്പിൾ ഡിസൈനിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒറിജിനൽ സാമ്പിളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആവണം. അടുത്ത പോയിന്റ്, ദ സെലക്റ്റഡ് സാമ്പിൾ ഡിസൈൻ ഷുഡ് ബി കോസ് മോർ എറേഴ്സ്. നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിൾ കൂടുതൽ എറേഴ്സിന് കാരണമാകാൻ പാടില്ല. അടുത്തത്, സാമ്പിൾ ഡിസൈൻ ഷുഡ് ബി വയബിൾ ഓൺ ദ ബേസിസ് ഓഫ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. ബഡ്ജറ്റിൻ്റെ പരിമിതികളുടെ അടിസ്ഥാനത്തിൽ സാമ്പിളിൻ്റെ ഡിസൈൻ പ്രായോഗികമാണ്. അടുത്ത പോയിന്റ്, എ ഗുഡ് സാമ്പിൾ ഡിസൈൻ ഈസ് ഏബിൾ ടു കൺട്രോൾ സിസ്റ്റമാറ്റിക് ബേസ് എഫക്റ്റീവ്ലി. ഒരു നല്ല സാമ്പിൾ ഡിസൈനിനെ സിസ്റ്റമാറ്റിക്കും എഫക്റ്റീവായി ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയണം. നെക്സ്റ്റ് പോയിന്റ്, ദ റിസർച്ചർ ഷുഡ് ബി ഏബിൾ ടു അപ്ലൈ ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി കണ്ടക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സാമ്പിൾ സെലക്റ്റഡ്. ഈ സെലക്ട് ചെയ്ത സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിൻ്റെ ഫലങ്ങൾ പ്രയോഗിക്കാൻ റിസർച്ചറിന് പറ്റണം.
Last point, if the sample is well designed and selected, the sample's opinion mirror the preference of large population in general, and decision makers can use the information with confidence. അതായത് ഒരു വലിയ ജനസംഖ്യയുടെ മുന്നിൽ നമ്മളുടെ ഈ ഒപ്പീനിയൻസൊക്കെ കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റണം. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റെപ്സ് ഇൻ സാമ്പിളിംഗ് ഡിസൈൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. ദ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ടെക്നിക്കലി കോൾഡ് യൂണിവേഴ്സ്. രണ്ട് ടൈപ്പ് യൂണിവേഴ്സ് ഉണ്ട്, ഫിനിറ്റ് ഓർ ഇൻഫിനിറ്റ്. ഫിനിറ്റ് യൂണിവേഴ്സിൻ്റെ എണ്ണം ലിമിറ്റഡ് ആണ്, എന്നാൽ ഇൻഫിനിറ്റ് യൂണിവേഴ്സിലെ ഐറ്റംസിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് ആണ്. അതായത് നമുക്ക് എണ്ണാനും അളക്കാനും കഴിയില്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ സാമ്പിളിംഗ് ഫ്രെയിം. ഇതൊരു സോഴ്സ് ലിസ്റ്റാണ്. ഇതിലെ എല്ലാ ഐറ്റംസിൻ്റെ പേരൊക്കെ ഉണ്ടാവും. അതായത് ഇറ്റ് റെപ്രസെൻറ്റ് ദ എലമെൻറ്റ് ഓഫ് പോപ്പുലേഷൻ. എക്സാമ്പിളായിട്ട് ടെലിഫോൺ ബുക്ക്, ഡിക്ഷണറി ഒക്കെയാണ് പറയുന്നത്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് സാമ്പിളിംഗ് ഫ്രെയിമിന്. അതെന്തൊക്കെയാ വെച്ചാൽ the first problem is related with non-coverage and incompleteness. Second problem, appearance of cluster of element in the other problem. Third problem, inclusion of foreign element in the list. Fourth problem, other problem is duplication. അടുത്തത് തേർഡ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ സാമ്പിളിംഗ് യൂണിറ്റ്. A decision related to sampling unit is to be taken before selecting sampling for study. The researcher should be select one or more the sampling unit. അതായത് റിസർച്ചർ ഒന്നിലധികമോ സാമ്പിളിംഗ് യൂണിറ്റൊക്കെ സെലക്ട് ചെയ്യണം ഈ സ്റ്റഡി നടത്തുമ്പോൾ തന്നെ. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സാമ്പിളിംഗ് മെത്തേഡ്. ദർ ആർ നമ്പർ ഓഫ് മെത്തേഡ് യൂസ്ഡ് ഫോർ സെലക്ടിങ് സാമ്പിളിംഗ്. It includes probability of sampling method, non-probability of sampling method. അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ റിസർച്ചർ സെലക്ട് ചെയ്യണം. അതാണ് ഈ സ്റ്റെപ്പിൽ നടക്കുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ സാമ്പിളിംഗ് സൈസ്. അതായത് ഇത് യൂണിവേഴ്സിൽ സെലക്ട് ചെയ്യേണ്ട എണ്ണത്തിനെ സൂചിപ്പിക്കുകയാണ്. റിസർച്ചർ സാമ്പിളിൻ്റെ സൈസ് മുൻകൂട്ടി നിശ്ചയിക്കണം. റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായകമായ ഒരു പ്രശ്നം, അതായത് ഒരു ക്രൂഷ്യൽ പ്രോബ്ലമാണിത്. സാമ്പിൾ വളരെ വലുതോ ഭയങ്കര ചെറുതോ ഒന്നും ആവാൻ പാടില്ല, ഒരു ഒപ്റ്റിമം ആവണം. അതായത് കൺസിസ്റ്റൻസി, കോമ്പിറ്റൻസി, ഫ്ലെക്സിബിലിറ്റി, റെപ്രസെൻറ്റേറ്റീവ്നെസ് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. സാമ്പിളിൻ്റെ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ആ ബഡ്ജറ്റിൻ്റെ കൺട്രോളൊക്കെ പരിഗണിക്കേണ്ടതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെൽ ഔട്ട് ദ സാമ്പിളിംഗ് പ്ലാൻ. ഈ സ്റ്റെപ്പിൽ സാമ്പിളിൻ്റെ ഐറ്റംസിനെ സെലക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കൊക്കെ റിസർച്ചർ മുൻകൂട്ടി തീരുമാനിക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് സെലക്ട് ദ സാമ്പിൾ. ദ നീഡഡ് സാമ്പിൾസ് ആർ ടു ബി സെലക്റ്റഡ്. സാമ്പിൾ സെലക്ട് ചെയ്യുന്ന ഓഫീസും ഫീൽഡ് വർക്കും ഒക്കെ ആവശ്യമാണ്. അതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്.